അശ്വഗന്ധ ലേഹ്യത്തെ പറ്റിയിട്ട് അറിയാൻ താല്പര്യമുള്ള ഒട്ടനവധി ആളുകളുണ്ട്. കാരണം അശ്വഗന്ധ ലേഹ്യം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാവും പലരുടെയും സംശയം. പ്രധാനമായിട്ടും ഈ പറയുന്ന അശ്വഗന്ധ ലേഹ്യം നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് അശ്വഗന്ധ ചേരുന്നുണ്ട്, തേൻ ചേരുന്നുണ്ട്, നെയ്യ് ചേരുന്നുണ്ട്, അതുപോലെ തന്നെ ശർക്കര ചേരുന്നുണ്ട്, തിപ്പലി, ഏലക്ക മുതലായിട്ടുള്ള സുഗന്ധ വ്യഞ്ജന വസ്തുക്കളും ഇതിൻ്റെ അകത്ത് ചേരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ക്ഷീണം, തളർച്ച, നമ്മുടെ ശരീരത്തിൽ ഒരു ഊർജത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എനർജിയുടെ കുറവ് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് നമുക്കുണ്ടാവുന്ന ആൻസൈറ്റി, ടെൻഷൻ, സ്ട്രെസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്കും നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന അശ്വഗന്ധ ലേഹ്യം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഇൻഫെർട്ടിലിറ്റി മുതലായിട്ടുള്ള അല്ലെങ്കിൽ വന്ധ്യത മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് അശ്വഗന്ധ അല്ലെങ്കിൽ അശ്വഗന്ധാദി ലേഹ്യം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇത് നെർവിനെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഉറക്കക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്കിത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് പൊതുവേ 1-2 ടീസ്പൂണാണ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നത്. കഴിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും 1 ഗ്ലാസ് പാലെടുത്ത് ഒന്നുകിൽ പാലിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കഴിച്ച് 5 മിനിറ്റോ 10 മിനിറ്റോ കഴിഞ്ഞതിന് ശേഷം 1 ഗ്ലാസ് ഇളം ചൂട് പാല് കുടിക്കുന്ന രീതിയിൽ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അതായത് 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി പാല് കഴിക്കാനായിട്ട് പ്രയാസമുള്ള ആളുകളാണെങ്കിൽ പ്രധാനമായിട്ട് ഇത് കഴിച്ചതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിച്ചാലും മതി. അതിനോടൊപ്പം തന്നെ നമ്മൾ അറിയാനുള്ളത്, ഇത് ഷുഗർ പേഷ്യൻസിന് കഴിക്കാമോ എന്ന് ചോദിക്കും. ഇതിൻ്റെ അകത്ത് മധുരം നല്ല രീതിയിൽ ചേരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്നത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഇല്ലെങ്കിൽ ആഹാരം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഷുഗർ പേഷ്യൻസിന് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും.